Hello friends, good day all. Today I am going to take a small portion about infant botulism. എന്താണ് ഇൻഫൻറ്റ് ബോട്ടുലിസം, എങ്ങനെയാണ് ഇൻഫൻറ്റ് ബോട്ടുലിസം ഉണ്ടാകുന്നത് ഞാൻ പറയാം. നമ്മൾ ഒരു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പണ്ടത്തെ നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പണ്ടത്തെ ചില ആചാരങ്ങളില്ല. നാക്കിൽ പൊന്നും തേനും മയമ്പും എന്തൊക്കെ സാമാനങ്ങളൊക്കെ നാക്കിൽ തേച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ളതിനെ പറ്റി ഇപ്പോൾ പറയുന്നില്ല, തേനിനെ പറ്റി പറയാം. അറ്റ് ബർത്തായിട്ടുള്ള ഇൻഫൻസിന്, അതായത് കൊച്ചു ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും നാക്കിൽ തേനൊന്നും തൊട്ട് കൊടുക്കരുത്. എന്താ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഞാൻ പിള്ളേർക്ക് തേൻ കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേൻ കൊടുക്കുമ്പോൾ ആ തേനിനകത്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പല സംഭവങ്ങളുണ്ട്. അതിൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മളുടെ പിള്ളേരുടെ ഗട്ടിൽ അത് അടിഞ്ഞു കൂടിയിട്ട് അത് ഒരുപാട് അങ്ങ് അക്യുമുലേറ്റ് ചെയ്ത് ഒരുപാട് ഡിസീസ് കണ്ടീഷനുകളും അവസാനം പാരാലിസിസും ഡെത്തും വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് യാതൊരു കാരണവശാലും തേനോ തേനടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ തേൻ ചേർത്ത് എന്തെങ്കിലും തേനൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറുക്കോ ഒന്നും നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത്. ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പെർമിസിബിളായിട്ടുള്ള അളവിൽ നമുക്ക് തേൻ കൊടുക്കാം. പക്ഷേ ഒരു വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേർക്ക് മാത്രം, അല്ലാതെ ഒരു വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഈ തേനടങ്ങിയ ഒരു കണ്ടൻറ്റ് ഫുഡും നമ്മൾ കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം അത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. മസിൽ വീക്ക്നെസ് ഉണ്ടാവും പിള്ളേർക്ക്. മസിൽ വീക്ക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെച്ച് ഈ ഡെത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ സിംറ്റം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മസിൽ വീക്ക്നെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ റെസ്പിറേഷനെ അത് ബാധിക്കും. നമുക്ക് ഈവൻ വെൻറ്റിലേറ്റർ സപ്പോർട്ട് വരെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ അഥവാ ഇപ്പോൾ ഈ ഇൻഫൻറ്റ് ബോട്ടുലിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ നോക്കുന്നെല്ലാം പറയാം. ഒരു ആൻറ്റിടോക്സിനാണ് കേട്ടോ. അതിൻ്റെ ടോക്സിനായിട്ട് കൊടുക്കുന്നത് ബോട്ടുലിസം ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻട്രാവീനിയസ്ലി കൊടുക്കും, BIGIN. അത് ഇൻട്രാവീനിയസ്ലി കൊടുത്താണ് BIGIV എന്നെ ഞാൻ പറഞ്ഞു, സോറി കേട്ടോ. BIGIV കൊടുത്തിട്ടാണ് നമ്മൾ BCG അല്ല കേട്ടോ, BIG ബോട്ടുലിസം ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ഇൻട്രാവീനിയസ്ലി കൊടുത്താണ് നമ്മൾ ഇവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് യാതൊരു കാരണവശാലും തേൻ കൊടുക്കരുത്. പൊന്നും തേനും ഒന്നും നാക്കേ വെച്ച് കൊടുക്കണ്ട. കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായിട്ട് നാച്ചുറലി വളർന്നോളും. പിന്നെ അതേപോലെ തന്നെ ഈ പിള്ളേർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ, പുവർ ഫീഡിങ്, വീക്ക് ക്രൈ, ഫ്ലോപ്പിംഗ് ലിംസ് ആൻഡ് ഡിഫിക്കൽറ്റി ടു ഹോൾഡിങ് അപ്പ് ഹെഡ്സ്. അതായത് കൈയും കാലൊക്കെ എപ്പോഴും തൂങ്ങി കിടക്കും. നമ്മൾക്കൊരു അറിയാമല്ലോ, ഒരു 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊച്ച് തല ഉറയ്ക്കണമല്ലോ, അങ്ങനെയൊന്നും ആവത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ മസിൽ വീക്ക്നെസ് ആണ് കുഞ്ഞിന്. അതേപോലെ തന്നെ ബ്രീത്തിങ്ങിനും സലോയിങ്ങിലും എല്ലാം ഡിഫിക്കൽറ്റി. കാരണം മസിൽ വീക്ക്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണത്തില്ല. ഈ കൊച്ച് നമുക്ക് ചിരിക്കത്തില്ല, എപ്പോഴും ഒരു ഫേസൊക്കെ ആയിരിക്കും. ഏകദേശം ഒരു 2 തൊട്ട് 3 മാസമൊക്കെ വരുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ കുഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഡെവലപ്മെൻറ്റ് ഡിലേസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തേൻ കൊടുക്കരുത്. ഒരു കാരണവശാലും ഒരു തുള്ളി പോലും കൊടുക്കരുത്. ഓക്കെ.